രാജ്യത്തെ പാസ്പോർട്ട് അപേക്ഷാ നടപടികൾ വേഗത്തിലാക്കാനുള്ള പദ്ധതികളുമായി വിദേശകാര്യ മന്ത്രാലയം. പ്രോസസ്സിംഗ് സമയം വെട്ടിക്കുറയ്ക്കുന്നതും പാസ്പോർട്ടിനുള്ള പോലീസ് വെരിഫിക്കേഷൻ സമയം കുറയ്ക്കുന്നതും അടക്കമുള്ള പദ്ധതികൾ പരിഗണനയിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. പോലീസ് വെരിഫിക്കേഷൻ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് സേനയുമായി മന്ത്രാലയം സജീവമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എക്സിലെ പോസ്റ്റിൽ ജയശങ്കർ പറഞ്ഞു. പാസ്പോർട്ട് അപേക്ഷകളുടെ സുരക്ഷയും നിയമസാധുതയും ഉറപ്പാക്കുന്നതിലെ നിർണായക ചുവടുവയ്പായ പ്രക്രിയക്കായി എടുക്കുന്ന സമയം ഗണ്യമായി കുറയ്ക്കാനാണ് ഈ സഹകരണം ലക്ഷ്യമിടുന്നത്. 12ാമത് പാസ്പോർട്ട് സേവാ ദിവസിന്റെ അവസരത്തിൽ എല്ലാ പാസ്പോർട്ട് വിതരണ അതോറിറ്റികളെയും അഭിനന്ദിച്ച ജയശങ്കർ പാസ്പോർട്ട് അപേക്ഷാ കേന്ദ്രങ്ങളുടെ ശൃംഖല മന്ത്രാലയം ഗണ്യമായി വിപുലീകരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. രാജ്യത്തുടനീളം 440 പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതും പദ്ധതികളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ കേന്ദ്രങ്ങൾ കൂടുതൽ സൗകര്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. നിലവിലുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ, പാസ്പോർട്ട് പ്രോസസ്സിംഗ് സെന്ററുകൾ, റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ തുടങ്ങിയവയ്ക്ക് പുറമെയാണിത്. കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി ഡിജിറ്റലൈസേഷൻ സ്വീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഔദ്യോഗിക രേഖകളുടെ സുരക്ഷിത ഡിജിറ്റൽ സംരംഭത്തിനുള്ള പ്ലാറ്റ്ഫോമായ ഡിജി ലോക്കറുമായി പാസ്പോർട്ട് സേവാ സംവിധാനം വിജയകരമായി സംയോജിപ്പിച്ചു. ഈ സംയോജനത്തിലൂടെ അപേക്ഷകർക്ക് ഡിജിറ്റലായി രേഖകൾ സമർപ്പിക്കാം. ഇത് ഫിസിക്കൽ കോപ്പികളുടെ ആവശ്യകത ഇല്ലാതാക്കുകയും അപേക്ഷാ പ്രക്രിയ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നു. കൂടാതെ 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 9000 പോലീസ് സ്റ്റേഷനുകളിലും മന്ത്രാലയം പാസ്പോർട്ട് പോലീസ് ആപ്പ് അവതരിപ്പിച്ചു. ഈ ആപ്പ് പോലീസും പാസ്പോർട്ട് ഓഫീസുകളും തമ്മിലുള്ള ആശയവിനിമയം തടസ്സങ്ങളില്ലാതെ സുഗമമാക്കുന്നു. ഇത് കൺഫർമേഷൻ പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കുന്നു.